ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ക്രൈഫിഷ് ഒരു ടബ്ബിൽ ഡെഡായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ക്രൈഫിഷ് എന്തുകൊണ്ടാണ് ഡെഡായത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ ഡെഡായ ക്രൈഫിഷാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ ഇവള് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിലാണ് ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡെഡാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രായം ചെന്നൊരു ബ്രൂഡ് സ്റ്റോക്കിൽ പെട്ടൊരു ഫീമെയിൽ ക്രൈഫിഷാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടക്കുമ്പോൾ 1-2 ദിവസം നമ്മൾ അവളെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് അവളുടെ അവസ്ഥ. കാരണം അവളൊന്ന് മറിഞ്ഞ് വീണാൽ സ്വയം എണീറ്റ് വരാനുള്ള ഒരു ആവതും ശേഷിയും അവൾക്കില്ല. അപ്പോൾ മുൻപത്തെ വീഡിയോകളിലൂടെയൊക്കെ പ്രായം ചെന്ന ബ്രൂഡ് സ്റ്റോക്കിൽ പെട്ട ക്രൈഫിഷുകൾ ഡെഡാകുമ്പോൾ അവരൊരു അലസ സ്വഭാവത്തിലായിരിക്കും കുറച്ച് ദിവസം എന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലൂടെയൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിൻ്റെ ആ പ്രായാധിക്യം കൊണ്ടാകണം അവർക്ക് വെള്ളത്തിലൊന്ന് വീണ് കഴിഞ്ഞാൽ പോലും എഴുന്നേൽക്കാനുള്ള ആവതില്ല. നമ്മുടെ കയ്യിൽ പോലും അവരെ പിടിക്കുമ്പോൾ അവർ കടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവുക എന്നൊന്നുള്ള ചിന്തകളൊന്നും അവരുടെ ഉള്ളിലില്ല. കാരണം അവർ ഫുള്ള് റെസ്റ്റ് ആഗ്രഹിക്കുന്നൊരു സമയമായിരിക്കാം അത്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടന്നാൽ അവളെ മറ്റുള്ളവർ കടിച്ച് ആക്രമിച്ച് കൊന്ന് തിന്നാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെ നമ്മൾ ഈ ഒരു ടബിലേക്ക് മാറ്റിയിട്ടിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഡെഡാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ അവൾ നമ്മൾ ആ ടബിലേക്ക് മാറ്റി പിറ്റേ ദിവസം അവൾ ഡെഡായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെയാണ് പ്രായം ചെന്ന ക്രൈഫിഷുകൾ അലസ സ്വഭാവത്തിൽ അവരുടെ ശരീരം അവരെ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് അവർ ആ മരണത്തിന് തൊട്ട് മുൻപ് വരെയുള്ള ദിവസങ്ങൾ. അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഒരുവിധം നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ക്രൈഫിഷുകളുടെ ബ്രൂഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെയൊക്കെ ഏകദേശം ഒരു സമയചക്രം അവർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ പല ബാച്ചുകളിൽപ്പെട്ട കുട്ടികളെയാണ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നതും ഇന്ന് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കായിട്ടൊക്കെ നിലനിർത്തിയിരിക്കുന്നതും. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ആ ഒരു വിഷമത്തെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുതിട്ട്. അതുപോലെ തന്നെ ക്രൈഫിഷുകൾ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയറായിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ